സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയെല്ലാം നിങ്ങൾ കയറി ഈ ശൈലി സ്വീകരിക്കുമോ? ഉറപ്പുള്ളത് മാത്രമേ ആദരിക്കാൻ പറ്റൂ എന്ന അവകാശവാദം നിങ്ങൾക്കുണ്ടോ? നിങ്ങളത് വ്യക്തമാക്കണം. ലോകത്ത് തിരുശേഷിപ്പുള്ള പലയിടത്തും നമുക്ക് ഓരോന്ന് നിങ്ങൾ എഴുതിയത് തന്നെ വായിക്കാം. നിങ്ങൾ എഴുതിയത് ഓരോന്ന് എണ്ണി വായിക്കാം. ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ളത് ഒരു സംശയവും ഇല്ലാത്തതാണെന്ന് ലോകത്ത് എല്ലാവരും കൂടി സമ്മതിക്കുന്നുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് വഹാബികൾ ഇങ്ങനെ ഒരു ഉറപ്പുള്ള തിരുകേശമൊന്നല്ല, തിരുശേഷിപ്പ് ലോകത്തെവിടെയുമില്ല എന്ന് വഹാബികൾ ഇതാ തുറന്നു പറയുന്നു. അപ്പൊ നിങ്ങൾക്കൊരു സമൂഹത്തിന്റെ മുമ്പിൽ ഒരു സംശയവുമില്ലാത്ത രൂപത്തിൽ സമർത്ഥിക്കാൻ പറ്റിയ ഒരു തിരുശേഷിപ്പ് ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ചുരുക്കത്തിൽ ഒരു തിരുശേഷിപ്പിനെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായിട്ട് ഇനി കേരളക്കരയിൽ ഇറങ്ങാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ സാധിക്കുമോ? ഇല്ല. മർക്കസിലെ തിരുകേശത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ചർച്ച നടത്തി ലോകത്തുള്ള സകല തിരുശേഷിപ്പുകളിൽ നിന്നും ഒളിച്ചോടേണ്ട ഗതികേടിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. ഇത് തിരിച്ചറിയണം. ആദരവും ബഹുമാനവും പറയുമ്പോൾ ഇവിടെ അഹ്കാമിന്റെ വിഷയത്തിൽ, മതപരമായ ശർഈയായ വിധി പ്രഖ്യാപിക്കുന്ന വിഷയത്തിൽ പലതും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെന്നത് സത്യമാണ്. അതിന് വ്യക്തമായ രേഖകളും നിയമങ്ങളും വേണമെന്നത് തർക്കമില്ലാത്ത സത്യമാണ്. പക്ഷേ ആദരവിന്റെയും ബഹുമാനത്തിന്റെയും വിഷയത്തിൽ അതുപോലെ തന്നെയാണ് ഇതുമെന്ന് പറയുന്ന വഹാബിസത്തിലേക്ക് നിങ്ങൾ എങ്ങനെ ചെന്നെത്തിപ്പെട്ടു? കറക്റ്റ് നിങ്ങൾ ചിന്തിക്കൂ. ആദരവ് ഇവിടെ എത്ര ആള് ആരെയൊക്കെ ആദരിക്കുന്നുണ്ട്, ആരൊക്കെ എന്തിനെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്, ആരൊക്കെ എന്തുകൊണ്ടൊക്കെ ബറക്കത്തെടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. വ്യക്തമായ രേഖ വേണമെങ്കിൽ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ എന്താണ് സമുദായം പറയുക? അതാ ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ നേരത്തെ പറഞ്ഞത്. ഉപ്പായെക്കുറിച്ച് സംശയം പറഞ്ഞാൽ എൻ്റെ ഉപ്പയാണെന്ന് നീ പറയുന്നുണ്ട്, ഉറപ്പുണ്ടോ? ഇത് ഞാൻ സംവാദത്തിൽ ചോദിക്കുമ്പോൾ മറ്റാൾ ചൂടാകുന്നുണ്ട്. ഉറപ്പുണ്ട് എന്നാണ് പറയണം. അങ്ങനെ പറഞ്ഞാൽ മതിയോ? സനത് കാണിക്കണ്ടേ? ഉറപ്പുണ്ട് എന്നുള്ളത് പറഞ്ഞാണ് സക്കാഫി എന്നോട് പറയുന്നുണ്ട്. ഉപ്പാനെ പറ്റി ചോദിക്കുമ്പോൾ ആൺകുട്ടികൾ പറയും എൻ്റെ ഉപ്പയാണെന്നാണ് പറയുന്നു. 300 വട്ടം പറഞ്ഞതുകൊണ്ടും സനതാവോ? അതെങ്ങനെ സമർത്ഥിക്കും? സനതില്ലെങ്കിൽ പിന്നെ ഉറപ്പിക്കാൻ പറ്റുമോ? അപ്പൊ ഉപ്പ വരുമ്പോ ഉപ്പയാണെന്ന് തോന്നുന്നു, അതുപോലെ സനതൊന്നും ഇല്ലാണ്ട് എണിച്ചിക്ക്. അങ്ങനെയാണോ സമുദായം? ഒരു വീട്ടിലെ ഉപ്പയുടെയും ഉമ്മയുടെയും വിഷയത്തിൽ ഒരു കുഞ്ഞന് ഇങ്ങനെ ഒരു സംശയം വന്നാൽ ആ കുടുംബം കലങ്ങി. ഒരു സംഘടനയിലെ നേതൃത്വത്തോട് അതിലെ അണികൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വന്നാൽ ആ സംഘടന കലങ്ങി, ഒരു രാഷ്ട്രീയം കലങ്ങി, എല്ലാ ഭൗതിക രംഗവും ആത്മീയ രംഗവും കലങ്ങി. നിങ്ങൾ എന്തിനെതിരാ ഇറങ്ങിയിരിക്കുന്നത്? പൊതുസമൂഹത്തിന്റെ വിശ്വാസത്തിനെതിരിൽ ചർച്ച നടക്കുന്ന സമയത്ത് ആദരവിന് രേഖ ചോദിച്ച് ആദരവും ബഹുമാനവും പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഓരോ കോണുകളിലും കയറി ചെന്നുകൊണ്ട് വ്യക്തമായ സംശയം ഇല്ലാത്ത രേഖയില്ലെങ്കിൽ അടുത്തുകൂടാ, തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ എന്ന സമ്പ്രദായം സ്വഹാബത്തിനില്ല, താബിഈങ്ങൾക്കില്ല, അഇമ്മത്ത് മുജ്തഹിദുകൾ ആരും ചെയ്തിട്ടില്ല. ചരിത്രത്തിലേക്ക് ഇറങ്ങി വരൂ, നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടും.